സ്ക്രീനിൽ കാണുന്നത് കെ ജി മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുകയാണ് അമിത്ഷാ. പുതിയ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനത്തിന്റെ നടുമുറ്റത്താണ് മുൻ അധ്യക്ഷനായ കെ ജി മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. പുത്തരിക്കണ്ടം മൈതാനത്താണ് BJPയുടെ നേതൃസംഗമം നടക്കാൻ പോകുന്നത്. വാർഡുതല നേതൃസംഗമമാണ്. 5000 വാർഡുതല സമിതികളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള 25,000-ലധികം നേതാക്കളും പ്രവർത്തകരും എത്തിച്ചേരും എന്നാണ് BJP അവകാശപ്പെടുന്നത്. അവിടെ അല്പസമയത്തിനകം ഇപ്പോൾ മാരാർ ഭവനിലെ പരിപാടി അവസാനിച്ചു കഴിഞ്ഞാൽ നേരെ അമിത്ഷാ എത്തുക പുത്തരിക്കണ്ടത്തേക്കാണ്. നേതൃസംഗമം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. അമിത്ഷായുടെ സന്ദർശനം അത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് വളരെ പ്രധാനമായി മാറുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് BJPയുടെ പുതിയ സംസ്ഥാന നേതൃത്വമുള്ളത്. പുതിയ ഭാരവാഹികളെയും പ്രഖ്യാപിച്ചു. പ്രാദേശിക തലത്തിലും വലിയ അഴിച്ചുപണി നടത്തിയിരുന്നു. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വടംവലി അത് വലിയ തോതിൽ ഉണ്ടെങ്കിലും പലയിടത്തും വെട്ടിനിർത്തപ്പെട്ടു എന്ന് മുരളീധര പക്ഷം പരാതിപ്പെടുമ്പോഴും അതേസമയം തന്നെ കൃഷ്ണദാസ് പക്ഷത്തെയും പല നേതാക്കളെയും വെട്ടിനിർത്തി പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ എന്ന പരാതി സാധാരണ നിലയിൽ പുനഃസംഘടന നടക്കുമ്പോൾ BJPയിൽ ഉണ്ടാകാറുള്ളതുപോലെ തന്നെ ഇക്കുറിയുമുണ്ട്. പലയിടത്തും പ്രവർത്തകർ നിരാശയിലാണ്. അതേസമയം തന്നെ പുതിയ നേതൃത്വത്തിലേക്ക് എത്തിയവർ വളരെ സജീവവുമാണ്. അപ്പോൾ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നതാണ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് BJPയെ സംബന്ധിച്ച്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മെച്ചപ്പെട്ട നേട്ടമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുക എന്നതാണ് BJPയുടെ പ്ലാൻ. അതിനനുസരിച്ചുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് അല്പസമയത്തിനകം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കാൻ പോകുന്നത്. BJPയുടെ പുതിയ ഓഫീസ് കെട്ടിടം അമിത്ഷാ നടന്ന് കാണുകയാണ്. വലിയ സുരക്ഷാ വലയത്തിൽ അദ്ദേഹം BJPയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ശേഷം ഓഫീസിന്റെ ഉൾഭാഗം അദ്ദേഹം നടന്നു കാണുന്നു. ശേഷമാണ് പുത്തരിക്കണ്ടത്തെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുക. പുത്തരിക്കണ്ടത്ത് PC ജോർജ് അടക്കമുള്ളവർ വേദിയിലുണ്ട്. ശോഭാ സുരേന്ദ്രൻ, ശ്രീലേഖ അടക്കമുള്ളവർ വേദിയിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. BJPയുടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമൊക്കെയുള്ള ഒരു ഒരുക്കം, അതിന് എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് പോകേണ്ടത് എന്നൊരു ദിശാസൂചിക കൂടി അമിത്ഷായുടെ വാക്കുകളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ ഒരു ആവേശത്തിലാണ് BJP പ്രവർത്തകർ അമിത്ഷായുടെ വരവിനെ കാത്തിരിക്കുകയും ചെയ്യുന്നത്. TS ഹരികൃഷ്ണ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ഹരി ഉള്ളത് പുതിയ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ മാരാർജി ഭവനിലാണ്. ഹരി, അമിത്ഷാ ഇപ്പോൾ പുതിയ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷം കെ ജി മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ആ കെട്ടിടം സന്ദർശിക്കുകയാണ്, ആ സമുച്ചയം സന്ദർശിക്കുകയാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ ഇനി കേന്ദ്രമായി മാറുന്ന ഈ പുതിയ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായിരിക്കില്ലേ? ഹരി, ഉറപ്പായിട്ടും BJPയുടെ പുതിയ ഇനി അടുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിരിക്കും നടക്കുക. അതിന്റെ ആലോചനകളും മറ്റ് സുപ്രധാന തീരുമാനങ്ങളൊക്കെ നടക്കാൻ പോവുക ഈ പുതിയ കെട്ടിടത്തിലായിരിക്കും. കെ ജി മാരാർ ഭവൻ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിലായിരിക്കും. BJPയുടെ അമിത്ഷാ അദ്ദേഹം അല്പസമയം മുമ്പാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അദ്ദേഹം BJPയുടെ ഈ അകത്തുള്ള പുതിയ മുറികളും മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ നടന്ന് കാണുകയാണ് അദ്ദേഹം ഇപ്പോൾ. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കെ ജി മാരാരുടെ പ്രതിമ, അർദ്ധകായ വെങ്കല പ്രതിമ ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഇനി അദ്ദേഹം ഈ ഓഫീസൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം പോകുന്നത് പുത്തരിക്കണ്ടം മൈതാനത്തേക്കായിരിക്കും. പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന വാർഡുതല നേതൃസംഗമം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. അതായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി. ഈ പരിപാടിയിൽ തന്നെ 36,000 നേതാക്കളാണ് നേതൃസംഗമത്തിൽ പങ്കെടുക്കുന്നത്. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 4 റവന്യൂ ജില്ലകളിലെ 8 പാർട്ടി സംഘടനാ ജില്ലകളിലെ വാർഡ് സമിതി അംഗങ്ങളായ 36,000 നേതാക്കളാണ് ഈ നേതൃസംഗമത്തിൽ എത്തുന്നത്. മറ്റുള്ളവരൊക്കെ ഈ വലിയ പരിപാടി വെർച്വലായി കണ്ട് തിരുവനന്തപുരത്തെ ഈ സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ പുതിയ കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങും. BJP സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം റോഡ് മാർഗം പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പോകും. ശരി, കെ ജി മാരാർ ഭവൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പുതിയ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം, വിപുലമായ സൗകര്യങ്ങളോടെയുള്ള സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമാണ് BJPക്ക് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് സ്വന്തമായിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ ഇനി ചുക്കാൻ പിടിക്കുക ഈ ഓഫീസിൽ നിന്നായിരിക്കും. കെ ജി മാരാർ നേരത്തെ 2 ഘട്ടങ്ങളിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. 1985, 90, 94, 95 കാലത്ത് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് മാരാർജി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. പുതിയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനമാണ് അമിത്ഷാ നിർവഹിച്ചത്. 91 തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ 1000-ഓളം വോട്ടിന് നേരിയ വോട്ട്
വോട്ടിനാണ് ഇന്ന് കെ ജി മാരാർ പരാജയപ്പെട്ടത്. ചെർക്കുളം അബ്ദുള്ളയായിരുന്നു മുസ്ലിം ലീഗിലെ ചെർക്കുളം അബ്ദുള്ളയോട് പരാജയപ്പെട്ടത്. ആ തെരഞ്ഞെടുപ്പ് പിന്നീട് രാഷ്ട്രീയ കാലത്തിൽ വലിയ ചർച്ചയൊക്കെ ആയിരുന്നാണ്, ഇപ്പോഴും വലിയ ചർച്ചയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് കെ ജി മാരാർ ജയിലിലായിരുന്നു 18 മാസത്തോളം കാലം. പിന്നീട് കണ്ണൂരിൽ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനായി വരുന്നു. പിന്നീടാണ് BJP-യിലേക്ക് വരുന്നത്. ജനസംഘത്തിന്റെയും RSSന്റെയും ഒക്കെ പ്രചാരകനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള മന്ദിരമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്.